ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് മീൻ ഫ്രൈ ചെയ്യണത്. എനിക്ക് കിട്ടിയിരിക്കുന്നത് 2 പിലോപ്പിയ മീനാണ്. ഞാനതിവിടെ വരിഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ്, മുളക് പൊടി ഒരു എരിവിനനുസരിച്ചിടാം, പിന്നെ കാശ്മീരി മുളക് പൊടി അതൊരു സ്പൂൺ ഇട്ടോ, പിന്നെ ഉപ്പ് നമുക്ക് പാകത്തിന്, പിന്നെ നമുക്ക് പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി ഒരു 3-4 എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഒരു 4 പൊട്ടും, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ ഒരു സ്പൂണ് ചെറുനാരങ്ങ നീര്, പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി 2 സ്പൂണ്, പിന്നെ കുറച്ച് ഓയിൽ. അത് നമുക്കിത് കൂട്ടിത്തരില്ല. ഇനി നമുക്ക് ഇതിൽ വേണ്ടത് ഈ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി അത് നന്നായി ഒന്ന് അരച്ച് വരണം. ഞാനത് അരച്ചിട്ട് വരാം. അപ്പം ഞാനിത് അരച്ച് കൊണ്ടുവന്നുണ്ട്. അത് നമുക്കൊരു മീൻ ചട്ടിയിലേക്ക് ഇടാം. ഇനി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എരി നോക്കിയിട്ട് ഒരു ടീസ്പൂണാണ് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്, കറിവേപ്പില, കുരുമുളക് പൊടി ഇപ്പം പറയാൻ പറഞ്ഞു, അപ്പോൾ അതൊരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് പാകത്തിന് നന്നായി കൂട്ടി കുഴച്ചതിൻ്റെ ശേഷം പിന്നെ വേണമെങ്കിൽ ഉപ്പ് ഇടാം. നന്നായി ഒന്ന് തിരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഈ കോൺഫ്ലവറിൻ്റെ തന്നെ രണ്ട് സ്പൂണ്, ചെറുനാരങ്ങ നീര്, ഇതെല്ലാം കൂടി നന്നായി അങ്ങോട്ട് കൂട്ടി വരുമ്പോൾ നമ്മൾ ഉപ്പ് ഇതിൽ നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ മീനൊരു ചെറിയ പുളിപ്പ് മണം ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൊറുക്കയും വിനാഗിരിയും നമ്മുടെ കല്ലുപ്പും കൂടിയിട്ട് നന്നായി ഉരച്ച് കഴുകണം കേട്ടോ. അപ്പോൾ ആ മണം പോയി കിട്ടും. ഇനി മസാല കൂട്ട് ഇതിലേക്ക് നമ്മൾ നന്നായി തേച്ച് പിടിപ്പിക്കാം. വരിഞ്ഞ് വെച്ചതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായി അങ്ങോട്ട് ആക്കി കൊടുത്തത് നന്നായി എരിവും പുളിയൊക്കെ പിടിക്കും. നന്നായി കൂട്ടിത്തരും. പിന്നെ ഇതിൻ്റെ വയറ് ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കുറച്ച് മസാലയൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക.
ഇനി അതുപോലെ നമുക്ക് മറ്റേ മീൻ എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം വരെ ഇങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ അതിലേക്ക് അങ്ങോട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതങ്ങോട്ട് വറക്കുമ്പോൾ വേറെ ഒരു കൂട്ടാനും വേണ്ട നമുക്ക്. ഇതൊരു മീൻ വറുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചോറുണ്ണാൻ പറ്റും. അപ്പോൾ നമ്മുടെ മീനിലേക്ക് എല്ലാ മസാലയും നന്നായി തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അത് നമുക്ക് വറുത്തെടുക്കാം. അതുവരെ അത് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ മീനിൽ മസാല ഇതൊക്കെ തിരുമ്പി വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇത് നമുക്കിനി വറുത്തെടുക്കാം. ചൂടായി ഇനി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് മീൻ ഇടാതിരിക്കും. അപ്പം തന്നെ മറിച്ചിടണ്ട, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം മറിച്ചിടാൻ കേട്ടോ. നമുക്കിത് പഠിക്കാനത് മറിച്ച് ഇടാം. സ്ഥലം കുറവായ കാര്യം ഇച്ചിരി മറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മുടെ തിലോപ്പിയ മീൻ്റെ ഫ്രൈ ശരിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.